നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗിയറിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത് നല്ലതാണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചിരിക്കുന്നത് @വിസ് എന്നുള്ള പേരിൽ @വിസ് 8422. ഓക്കെ, അപ്പോൾ പേര് കൂടെ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: ഗിയർ എപ്പോഴും മാറി മാറി ഓടിച്ചാൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടില്ലേ? അതോ ഒരു ഗിയറിൽ തന്നെ ഓടിച്ചാൽ മതിയോ? ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം കാണുമായിരിക്കും മനസ്സിൽ. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാൽ മൈലേജ് കിട്ടില്ല എന്നുള്ളത് തെറ്റായൊരു ധാരണയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുന്നതിനകത്ത്, നമുക്ക് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു സിറ്റിയിൽ തന്നെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ മൈലേജ് എപ്പോഴും കുറച്ച് കുറവായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം എപ്പോഴും ലോവർ ഗിയേഴ്സിലായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. സിറ്റി ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ തന്നെ ആയിരിക്കും ഒരു ഹെവി ട്രാഫിക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ വാഹനം ഏകദേശം ഒരു ഹൈവേയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓവർടേക്കിങ്ങിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, അതായത് 50ൽ നിന്ന് 4ത്തിലോട്ടൊക്കെ ആക്കി ഒന്ന് ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 4ത്തിൽ നിന്ന് 3ഡിലോട്ടാക്കി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരാനില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, വാഹനത്തിൻ്റെ മൈലേജ് അങ്ങനെ കുറവ് കാര്യങ്ങളൊന്നും വരുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരു ഗിയറിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു 5th ഗിയർ തന്നെയാണ്. പക്ഷേ 5th ഗിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിനകത്ത്. അതായത് ഗിയേഴ്സ് ഏത് ടോപ്പിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ലോങ് ഡ്രൈവ് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അതായത് ഏകദേശം ഒരു 400 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടുകയാണ്. ആ ഒരു 400 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 110 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഏകദേശം നിങ്ങളുടെ വാഹനത്തിന് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് ആ പോകുന്നൊരു കിലോമീറ്റർ കുറച്ച് സ്പീഡ് കുറച്ച് പോകുകയാണെങ്കിൽ, ഏകദേശം ഒരു 60ക്ക് അകത്താണ് പോകുന്നതെങ്കിൽ, അതായത് ഒരു 60 കിലോമീറ്റർ സ്പീഡിനകത്താണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കൂടുതൽ മൈലേജ് കിട്ടും. കാരണം സെലീറോയ്ക്ക് പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 23 എനിക്ക് ഏകദേശം ഒരു 24 വരെ മൈലേജ് ഈ വാഹനത്തിൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോയ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റോഡിൽ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ആ റോഡ് നിങ്ങൾക്കറിയാം, നല്ല റോഡാണ്. ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മൈലേജ് നോക്കി ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പക്ഷേ ഞാൻ മൈലേജ് നോക്കിയില്ല, നല്ല സ്പീഡിൽ വെച്ചലക്കി പോകുമായിരുന്നു. അതുകൊണ്ട് ഗിയേഴ്സ് ഡൗൺ ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ചുകൊണ്ട് മൈലേജ് കുറയത്തില്ല. പക്ഷേ സിറ്റി ഡ്രൈവ്സിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലോവർ ഗിയേഴ്സിൽ RPM കൂട്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മൈലേജ് കുറയുന്നതായിരിക്കും. അങ്ങനെ കുറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 2000 RPMത്തിനകത്ത് തന്നെ നിൽക്കുന്ന രീതിക്ക് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും.